കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ ക്രിസ്തുരാജൻ്റെ തിരുനാളായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഇസബലാണ് ക്രിസ്തു. അതുകൊണ്ട് തന്നെ വേഗം വിളിച്ചപ്പോൾ തന്നെ വേഗം ചാടി എഴുന്നേറ്റു. ആൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാട്ടോ. കാരണം ക്രിസ്തു അവളാണല്ലോ. രണ്ടാളും അതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ്. ഇസബൽ പിന്നെ നല്ല സന്തോഷത്തിലാണ്. എന്നാൽ അവളാണല്ലോ ക്രിസ്തു. അനിയത്തിക്കുട്ടി എന്തോ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇന്നെന്താണാവോ രണ്ടാളും അടിയൊന്നും ഉണ്ടാക്കുന്നില്ല, നല്ല സ്നേഹത്തിലാണ്. അവർ വേഗം ഫ്രഷായി. ഞാൻ ഒരിക്കൽ വേഗം സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഇസബലിന്. അവൾ തന്നെ ഒരുങ്ങി തന്നെ ഷർട്ടൊക്കെ എടുത്തിട്ട് ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് ഇസബലിനെ ഒരുക്കി നീക്കി നിർത്തി. എന്നിട്ട് വേണമല്ലോ ഇനി എനിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട്. എനിക്ക് ഫ്രഷായി ഒരുങ്ങണ്ടേ. അതുകൊണ്ട് ഞാനും റെഡിയായിട്ട് ഇറങ്ങി. ഇന്ന് ഞങ്ങൾ മൂന്നാളും കൂടി സ്കൂട്ടറിൽ വേണം കേട്ടോ പോകാനായിട്ട്. ഹസ്ബൻഡ് ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് വന്ന് ഉറങ്ങുവാണ്. അതുകൊണ്ട് 8 മണിക്ക് അത്താണിപ്പള്ളിയിലേ പോകുന്നുള്ളത് പറഞ്ഞു. എനിക്കിഷ്ടം പുതുവാശ്ശേരി പള്ളി കേട്ടോ. അവിടെ രാവിലെ തന്നെ 7 മണിക്ക് കുർബാനയും കഴിഞ്ഞ് വെയിൽ വരുന്നതിന് മുമ്പേ കാറ്റീസവും കഴിയും. അതാണ് എനിക്കിഷ്ടം. ഞങ്ങളുടെ പുതുവാശ്ശേരി പള്ളി അടിപൊളിയാണ്. അതുകൊണ്ട് രാവിലെ തന്നെ കുർബാനയ്ക്ക് പോകാനാണ് എനിക്കിഷ്ടം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും രാവിലെ എഴുന്നേറ്റിട്ട് പോകാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി പള്ളിയിൽ പോയേ. ഇന്ന് മിഥുൻ ബ്രദറായിരുന്നേ വചന സന്ദേശം തന്നത്. പിന്നെ കുർബാന സ്വീകരണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇസബലിനെ റെഡിയാക്കാനായിട്ട് വന്നു. ഒരു വൈറ്റ് ഫ്രോക്കാണ് ഇട്ടത്. വൈറ്റ് ഫ്രോക്കിൻ്റെ അടിയിലൊരു വൈറ്റ് മിഡി കൂടി ഇട്ടായിരുന്നു. കാരണം അതിന് ഇച്ചിരി ഇറക്കം കുറവായിരുന്നു. പിന്നെ ഒരു വൈറ്റ് ബനിയൻ, ഫുൾ കൈ ബനിയൻ ഇട്ട്. കാരണം ലൂസ് ബനിയനും ലൂസ് ഡ്രസ്സും ഉണ്ടായിരുന്നെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ടൈറ്റായിട്ടുള്ള ഈ ഒരു ബനിയൻ ഉണ്ടായിരുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ തിരുഹൃദയത്തിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഒരു പടം വരച്ചിട്ട് കളറൊക്കെ ചെയ്ത് സ്റ്റാപ്ലർ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടോ അവിടെ അവളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത്, അതായത് ബനിയനുമ്മ പിൻ ചെയ്ത് വെച്ചു. പിന്നെ മെയിൻ പണി എന്ന് പറയുന്നത് മീശയും താടിയും വരയ്ക്കില്ല. അതിലും ഒന്ന് ലിപ്പിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു, ഒന്ന് ഐബ്രോ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് താടി മീശയും വരച്ചു. പിന്നെ ഷോളും ക്രൗണും ഇട്ടിട്ട് റെഡിയാക്കി ഇറക്കി കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ റാലി തുടങ്ങി. റാലിയിൽ എല്ലാവരും നല്ല ഭംഗിയായിട്ട് പങ്കെടുത്തു കേട്ടോ. ഇസബൽ കുറച്ച് ഷൈ ആയിരുന്നേ, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാ കുട്ടികളും കാറ്റീസം കുട്ടികളെല്ലാവരും നല്ല ഉച്ചത്തിൽ തന്നെ ക്രിസ്തുരാജിന് ജയ് വിളിച്ച് എല്ലാവരും നടന്ന്. എല്ലാ ടീച്ചേഴ്സും ഉണ്ട്, കാറ്റീസം ടീച്ചേഴ്സ്. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൾ. ഏറ്റവും ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ട് ഇത് പറഞ്ഞ് ജയ് വിളിച്ചിട്ട് പോകുന്നത് പ്രിൻസിപ്പൽ ടെസ്റ്റിനാണ്. ബാക്കിയല്ല ഇത് ആ പിങ്ക് കളർ വരുന്നതാണ് നൈസ് ടീച്ചറാണ് ഇസബലിൻ്റെ ക്ലാസ് ടീച്ചർ. പിന്നെ ബാക്കിൽ സന്ധ്യ ടീച്ചർ, അവരെല്ലാവരും ഉണ്ട്. മിനി ടീച്ചർ. ഒരു ഫോട്ടോഷൂട്ട് കൂടി കഴിഞ്ഞു. നമ്മുടെ പരിപാടികൾ അവസാനിക്കാറായി. അച്ഛനൊരു സമ്മാനമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇത് സിസ്റ്റർ ടെസ്സിൻ പ്രിൻസിപ്പിള്, ഇത് പിന്നെ ഞാൻ, പിന്നെ ഇത് എയ്സലൂട്ടി.